മുൻപോട്ട് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറഞ്ഞ ദൈവസാന്നിധ്യം നമ്മായിരിക്കുമ്പോൾ ഒരല്പസമയം ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുന്ന ലാഘവത്തോടെ ഇന്നാരും ദൈവസന്നിധിയിൽ ഇരിക്കരുത്. എല്ലാവരും വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കാം. ആര് പറയുന്നു എന്നുള്ള അല്ല, ആരുടെ വായിൽ നിന്ന് വരുന്നു എന്നുള്ളതല്ല, അയച്ചവൻ്റെ അവിടുന്ന് തന്നയച്ച ഒരു വചനം നിങ്ങളുമായി കൈമാറുമ്പോൾ ആന്തരികമായി ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം നമുക്ക് സംഭവിക്കണം. എല്ലാവരും അഭിഷേകമുള്ളവർ, ആത്മശക്തിയുള്ളവർ, അന്യഭാഷയിൽ വാ തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിവുള്ളവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ആലയത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. വചനം ചെന്നു വീഴുന്നിടത്ത് വിടുതൽ സംഭവിക്കണം. ആര് വചനം പറയുന്നു എന്നുള്ളതല്ല, വചനം ചെന്നു വീഴുമ്പോൾ ചാട്ടുള്ളി പോലെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ദൈവത്തിൻ്റെ വചനം തുളച്ച് ചെന്നിട്ട് രൂപാന്തരം സംഭവിക്കേണ്ടടുത്ത് രൂപാന്തരം സംഭവിക്കണം. വിടുതലുകൾ സംഭവിക്കേണ്ടടുത്ത് വിടുതൽ സംഭവിക്കണം. രോഗശാന്തി സംഭവിക്കേണ്ടടുത്ത് രോഗശാന്തി സംഭവിക്കണം. ആന്തരിക മുറിവുകൾ കരിയുന്ന പകലായി മാറണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വമാകട്ടെ. ദൈവനാമം മഹത്വമാകട്ടെ. യേശുവിന്റെ നാമം മഹത്വമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വമാകട്ടെ. മറ്റൊരു നാമം ഇവിടെ ഉയരാതെ യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് പകൽ മഹത്വമാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. Yes Lord, yes Lord, yes Lord, yes Lord, in the name of Jesus. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വമായി തീരട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ നാമമല്ലാതെ, യേശുവിൻ്റെ നാമമല്ലാതെ ഒരു മഹത്വവും പോകരുത്. മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവിന് മാത്രം പോകട്ടെ. അതിനായി അടിയനെ ദൈവ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഡീസ് മീറ്റിങ്ങിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകളായി ഇങ്ങനെ ഒരു ലേഡീസ് മീറ്റിങ്ങിന് കാണണമെന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ദൈവസന്നിധിയിൽ എന്ത് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുള്ളതല്ല, നമ്മുടെ ചർച്ചിലെ ലേഡീസ്, നമ്മുടെ ചർച്ചിലെ കർത്തൃദാസിമാർ, നമ്മുടെ ദൈവസഭയ്ക്ക് ദൈവം ദാനം തന്ന ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഓരോ സഹോദരിമാരും ആത്മീകമായി ഒന്ന് എഴുന്നേൽക്കണം. അത് ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാവിൻ്റെ ഒരുക്കത്തിൽ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സഹോദരിയും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ് സംഭവിക്കണമെന്ന് നാളുകളായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ഇത്രത്തോളം പേരെ ഈ പകൽ കാണാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എനിക്കിങ്ങനെ ഒരു അവസരം വേർതിരിച്ചു തന്ന പ്രിയ ബെറ്റിയോട് എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മുഖവരികളില്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്തണം. നമുക്കിനിയും പ്രോഗ്രാമുകളുണ്ട്. എത്രയും പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുവരാം. കുറിവാക്യമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞ് നമ്മുടെ ഫ്ലയറിൽ അടിച്ചിരിക്കുന്ന തന്നെയാണ് നമ്മുടെ കുറിവാക്യം കേട്ടോ. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി നമ്മൾ ഡോറാൻഡി വായിക്കും കേട്ടോ. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ നോക്കണേ. നിങ്ങൾ ആരിപ്പം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കല്ലേ, എല്ലാവരും എന്നെ നോക്കണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഞാൻ ആരോടാണ് ഉപമിക്കുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഈ ടെലഗ്രാം വരുമല്ലോ. ഈ ടെലഗ്രാം വരുമ്പം വാക്കുകൾ എത്ര അക്ഷരമാണോ അത്രയും അക്ഷരത്തിനാ പൈസ കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ അക്ഷരം തീരെ കുറച്ചിട്ട് ആ ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രമാണ് ഈ ടെലഗ്രാമിൽ അടിക്കുന്നത്. അത് കൊണ്ടുവരുന്നത് ഒരു പോസ്റ്റ്മാൻ ആയിരിക്കും. അതുപോലെ
ഒരു സന്ദേശം എന്നെ പരിശുദ്ധാത്മാവ് ഭരമേൽപ്പിച്ച് നിങ്ങൾക്ക് തരാൻ തന്നിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ്മാൻ മാത്രമാണ്. ആരെങ്കിലും സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി യുവർ സൺ ഈസ് സിക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ്മാനോട് കയർക്കാറുണ്ടോ? എന്തിനാ ഇപ്പൊ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഒരു മെസ്സേജ് കൊണ്ട് വന്നിരിക്കുന്നെന്ന് പറയുമോ? ഇല്ല. അത് റിസീവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യുകയല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രമേ എനിക്കുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. അടുത്ത നിമിഷം ആ വചനം ഏറ്റെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മളിവിടെ വായിച്ചൊരു കുറിവാക്യം എന്താ? എഴുന്നേറ്റ് പ്രകാശിക്കുക. കഴിഞ്ഞ ആഴ്ച ദൈവമക്കളെ നമുക്കെല്ലാം എന്തായിരുന്നു ഇവിടെ? മാനസാന്തരത്തിന്റെ ആഴ്ചയായിരുന്നു. നിലമ്പാട് വീണ് കരഞ്ഞു മാനസാന്തരത്തിലേക്ക് വരാൻ 3 ദിവസം ദൈവം നമുക്ക് വേർതിരിച്ചു തന്നു. സത്യമാണോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞവർ. ബാല്യകാലം മുതൽ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞതും ഏറ്റുപറയാൻ മറന്നുപോയതെല്ലാം ഒരു സ്ക്രീനിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? നമ്മളെല്ലാം നമ്മളെ കഴിയുന്ന പോലെ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറഞ്ഞല്ലേ ഒരു മാനസാന്തരത്തിന്റെ കഴുകൽ പ്രാപിച്ച ഒരു അനുഭവത്തിലാണ് ഇപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ മെസ്സേജ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്, ഇനി എന്ത്? കഴുകൽ പ്രാപിച്ചു, നമ്മൾ മാനസാന്തരത്തിലേക്ക് വന്നു, നമ്മുടെ പിന്മാറ്റങ്ങളിൽ നിന്ന് മടങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി, നിത്യതയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു. ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ മടങ്ങി വരാൻ ഓർപ്പിച്ചു. നാം അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. ഇനി എന്താണ് ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്? എഴുന്നേൽക്കണം. ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ഇതിനെ ഞാനൊന്ന് 3ആയിട്ട് തിരിക്കാൻ പോവാണേ. ഇവിടെ 3 കൂട്ടരാണ് ഇരിക്കുന്നത്. ഏകാലവും ഏത് സദസ്സിലും എവിടെ ചെന്നാലും 3 തരത്തിലെ കൂട്ടലാണ് പ്രസംഗം കേൾക്കുന്നത്. ഒന്നാമത്തേത്, എൻ്റെ സിസ്റ്ററെ ഇവിടെ കിടന്ന് വാതുറക്കൊന്നും വേണ്ട, ഇത് എത്രയോ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അവരോട് പറയാൻ ഒരു വചനവും ഇന്ന് എൻ്റെ കയ്യിലില്ല. പരിശുദ്ധാത്മാവ് അവരോട് പറയാൻ ഒന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ആരോടാ എഴുന്നേക്കാൻ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഒന്നെങ്കിൽ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കിടക്കുമായിരിക്കും. ഓടുന്ന ആരെയും നോക്കിയിട്ട് പറയുമോ എഴുന്നേക്കാൻ? ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് എഴുന്നേൽക്കണം. ഒരു ടെലഗ്രാം സന്ദേശം പോലെ ഇത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഇനി കിടക്കാൻ നിനക്ക് ജീവിതത്തിൽ അവസരമില്ല, ഇനി ഇരിക്കാൻ അവസരമില്ല, നീ എഴുന്നേൽക്കണം. ഒന്നാമത്തെ ആള് പറയുന്നു, ഒന്നാം വിഭാഗം, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതി, എനിക്കിനി എഴുന്നേക്കാനും വയ്യ, ഓടാനും വയ്യ എന്ന് പറയുന്നെങ്കിൽ നിങ്ങളോട് പറയാൻ സന്ദേശം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ വേറെ 2 കൂട്ടരുണ്ട് കേട്ടോ. ഒരാൾ പറയാണ്, എനിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ആരെഴുന്നേൽപ്പിക്കും? എന്തുവാ സിസ്റ്റർ പറയുന്നേ? നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു, വീണും എഴുന്നേറ്റും ഒരു ക്രിസ്തീയ ജീവിതമാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എഴുന്നേൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. 3ആമത്തെ കൂട്ടർ പറയുകയാണ്, എന്ത് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇത് വിട്ടുകൊടുക്കയില്ല, ഞാൻ ഗീവ് അപ്പ് ചെയ്യയില്ലെന്ന് പറയുന്ന 3ആമതൊരു കൂട്ടർ. 2ാമത്തെയും 3ാമത്തെയും കൂട്ടരോട് പറയാൻ പരിശുദ്ധാത്മാവ് ഒരു ദൂതന്റെ കയ്യിൽ കൈമാറിയിട്ടുണ്ട്. ദൈവജനമേ, ഞാനൊരു ഉപമ പറയുകയാണേ. ഞാൻ ഇന്ന് രാവിലെ ആരനോട് പറഞ്ഞു, ഈ ഞണ്ടിന്റെ ആത്മീയം നമുക്ക് വേണ്ട കേട്ടോ. നിങ്ങൾക്കറിയാമോ ഞണ്ടിന്റെ ആത്മീയം എന്താന്ന്? ഞണ്ടാത്മീയം എന്ന് പറഞ്ഞൊരു ആത്മീയമുണ്ട്. ഈ ഞണ്ടിന് ഒരിക്കലും, ആരെങ്കിലും ഞണ്ട് മുന്നോട്ട് നടക്കുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. ഞാൻ കണ്ടിട്ടില്ല. എവിടെ നിർത്തിയാലും ഞണ്ട് എങ്ങനെയെന്നറിയാവോ? ചെരിഞ്ഞ് പുറകിൽ വന്ന് പിന്നെയും പുറകിൽ. ആരെങ്കിലും തട്ടി ഒരൊറ്റ ഉന്തുന്തി മുന്നിൽ പോയി വീണ പിന്നെയും ചെരിഞ്ഞ് പുറകിൽ. മുൻപോട്ട് ഒരിക്കലും വരാത്ത ആത്മീയം നമുക്ക് വേണ്ട. നമുക്ക് ഏതാ വേണമെന്നറിയാമോ? ഇപ്പോൾ പിടിച്ചതുപോലെ
പിടയ്ക്കുന്ന മത്സ്യത്തിന്റെ അനുഭവമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർക്കും വേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എത്ര പേർ ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിനായി ഒന്ന് സമർപ്പിക്കും. ദൈവമക്കളെ, എനിക്കൊന്ന് എഴുന്നേൽക്കണം, എനിക്ക് കർത്താവിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം, കർത്താവ് തരുന്ന ദർശനം അനുസരിച്ചൊന്ന് ജീവിക്കണം, ഒന്ന് ചാടി എഴുന്നേൽക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കഥ പറയാം കേട്ടോ. കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് പൊക്കോളൂ. ഒരു പാസ്റ്ററും ഭാര്യയും മോനും. അപ്പം ഈ പാസ്റ്റർ എപ്പോൾ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമോ, തൊട്ടപ്പുറത്ത് ഈ മോന് ഒരു 5 വയസ്സുള്ള ആൺകുട്ടിയാ, മുട്ട കുത്തി അങ്ങോട്ട് നിന്നിട്ട് ഒരടി താഴ്ത്തണേ, ഒരടി താഴ്ത്തണേ, ഒരടി താഴ്ത്തണേ. അമ്മാമ്മ അന്നേരം ഇറങ്ങി ചായ ഇടാൻ പോകും. അപ്പൊ സഭയിലുള്ള എല്ലാവരും ഓർത്ത് ഇതെന്താ ഈ പാസ്റ്റർ പ്രസംഗിക്കാൻ എനിക്ക് ഈ ചെറുക്കൻ ഇവിടെ ഇരുന്നോണ്ട് പറയുന്നേ. അപ്പം ആദ്യമൊക്കെ എല്ലാവരും ഓർത്തു, നല്ലൊരു കൊച്ചു പയ്യനാണല്ലോ, ഈ പറയുന്ന കേൾക്കത്തുമില്ല, എന്തോ ആത്മീയോ. അപ്പനങ്ങോട്ട് പ്രസംഗിക്കാൻ എഴുന്നേക്കും, പയ്യനങ്ങോട്ട് മുട്ടെ ജാഗരിക്കാനും തുടങ്ങും. ഒരു ദിവസം അടുത്തിരുന്ന് ആര് കേട്ടു, ഇവൻ എന്താ ഈ പ്രാർത്ഥിക്കുന്നേ, ഒരടി താഴണേന്നാ പ്രാർത്ഥിക്കുന്നേ. അവനെ ഇങ്ങനെ വിളിച്ചു, എന്താടാ നീ ഇരുന്നോണ്ട് ഏത് നേരം ഈ ഒരടി താഴണേന്ന് പറയുന്നേ? അന്നേരം അവൻ പറഞ്ഞു, എന്റെ പപ്പായുടെ പ്രസംഗം മുഴുവൻ തലയിലായിരിക്കുന്നേ, കേൾക്കുന്നതെല്ലാം തലയിലായിരിക്കുന്നേ, ഒരടി താണാലേ ഇത് ഹൃദയത്തിനകത്തേക്ക് വരൂ, അവിടെ നിന്ന് മാത്രമേ ഇത് ഫലമായി പുറത്തു വരികയുള്ളൂ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, കേൾക്കുന്ന വചനം മുഴുവൻ തലച്ചോറി വെച്ചോണ്ട് ഇവിടെ വന്നിരുന്നാൽ വിടുതൽ ലഭിക്കുകയില്ല. മറിച്ച് ഒരടി താഴണം, ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് വന്നാലേ ഈ വചനമായി നിന്നിൽ ക്രിയ ചെയ്യത്തുള്ളൂ. നമുക്ക് ഏലിയാവിനെ എടുക്കാം. ഒന്നാമതായി ചില വ്യക്തികളെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഈ വചനവുമായി ഞാൻ ഇരുന്നപ്പം വചനം എടുത്തിട്ട് ഒരു 10-20 പേരെ ദൈവാത്മാവ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരുക. രാത്രി കിടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, രാത്രി ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരുവാണ്. എഴുന്നേൽക്കുക എന്നുള്ള ബന്ധത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തികൾ ആരെന്ന്. ഒന്നാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾപ്പിച്ചത് ഏലിയാവിനെ കുറിച്ചാണ്. നമുക്ക് വായിക്കാം 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം 7ഉം 8ഉം വാക്യങ്ങൾ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്നു പാർത്തു. അത്രയും മതി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നത്. തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലേക്ക് പാരമ്പര്യമില്ല, അപ്പനാരെന്നില്ല, അമ്മയാരെന്നില്ല, ഓടിക്കേറി വരികയാണ് ഒരു പ്രവാചകൻ. തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ഇത്രയും മാത്രമേ ഉള്ളൂ. ആഹാബ് രാജാവിന്റെ മുൻപിൽ ചെന്ന് ചങ്കുറപ്പോടുകൂടെ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ചങ്കുറപ്പോടെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. ആ വേദഭാഗത്തൊന്നും ഞാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് പറയാനുള്ളത് ഇനി കുറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഏലിയാവ് ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ബാലിന്റെ ദൈവം, ബാലെന്ന് പറയുന്ന അശേരാ പ്രതിഷ്ഠകളെന്ന് പറയുന്നവരെ മുൻപിൽ ജീവനുള്ള ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന ഒരു ടെസ്റ്റ് കർമ്മേൽ പർവ്വതത്തിൽ നടത്താൻ പോകുകയാണ്. 400ഉം 450ഉം പ്രവാചകന്മാരെ തോട്ടിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെട്ടി നുറുക്കി വലിയ ശുശ്രൂഷകൾ ചെയ്തു. അതിനുശേഷം യാഹാബിനോട് പറയുകയാണ്, വലിയ മഴയുടെ മുഴക്കമുണ്ട്, നീ രഥം പൂട്ടി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഓടിക്കയറി അഭിഷേകമുള്ള അഭിഷേക്തൻ. നമ്മൾ വായിച്ചല്ലോ, ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുൻപിൽ കിടന്നുപോയി. ഇത്രയധികം 850 ഞാൻ വായിക്കുകയായിരുന്നു. 400ഉം 450ഉം പ്രവാചകന്മാരെ
വെട്ടിനുറുക്കിയിട്ട് യഹോവയായ ദൈവം മാത്രം ദൈവമെന്ന് തെളിയിച്ച പ്രവാചകൻ ഒരു സ്ത്രീ പറയുകയാണ്, നാളെ ഈ നേരത്ത് 24 മണിക്കൂർ തലയ്ക്ക് വില പറഞ്ഞു. നാളെ ഈ സമയമാകുമ്പോൾ ആ മരിച്ചവരിൽ ഒരുവന്റെ പോലെ നിന്നെ ആക്കും. ആരെ വെച്ചാ സത്യം പറഞ്ഞത്? അവളുടെ ദേവന്മാരെ വെച്ച്. പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ, ഓ ഭയപ്പെട്ടു എന്നിവിടെ കാണുന്നു. ആ വാക്ക് വായിച്ച് ഞാനും ഭയപ്പെട്ടു. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന്റെ അനുഭവങ്ങൾ വരും ദൈവമക്കളെ. നമ്മൾ പതറിപ്പോകുന്ന അനുഭവങ്ങൾ വരും. എത്ര ധീരനാണെന്ന് പറഞ്ഞാലും, എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും പതറുന്ന അനുഭവം വരും ദൈവമക്കൾക്ക്. പതറിപ്പോയി, ചഞ്ചലപ്പെട്ടു പോയി. ഞാൻ ബാല്യക്കാരനോട് പറയാണ്, നീ ഇവിടെ നിൽക്കേ, നീ എൻ്റെ കൂടെ വരണ്ട. ഒരു വഴി, ഒരു മരുഭൂമി യാത്ര, ഒരു ദിവസത്തെ വഴി ദൂരെ ചെന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ മരിപ്പാൻ ഇച്ഛിച്ച് കിടക്കുന്നു. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് എന്നോട് പറയുകയാണ്, വാക്കുകളുടെ പേരിൽ, വാക്കുകളുടെ ശബ്ദത്തിന്റെ പേരിൽ നിരാശപ്പെട്ട് മതി, മതി, എനിക്കൊരു ശുശ്രൂഷ വേണ്ട, മതി, എനിക്ക് മുൻപോട്ട് പോകണ്ട, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതെന്റെ അന്ത്യമാണ്, എനിക്ക് മരണം മതി എന്ന് പറയുന്നവർ ഈ ആലയത്തിൽ കടന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ ഒന്നാമത് ചെന്നു. നിങ്ങൾ ഒന്നോർക്കണം, എനിക്കും നിങ്ങൾക്കും സേവകാത്മാക്കളായ ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ കാക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതനെ ആക്കിയിട്ടുണ്ട്. ആ മരുഭൂമിയിൽ മരിക്കാൻ കിടന്നിടത്തേക്ക് ഒരു ദൈവത്തിന്റെ ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, ഒരു തുരുത്തി വെള്ളം കരലിൽ മേച്ചുട്ട് അടയും കൊണ്ട് തലയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, ഏലിയാവേ നീ എഴുന്നേൽക്ക്. മരിക്കാൻ കിടക്കുക കേട്ടോ, മരിക്കാൻ കിടക്കുക. എനിക്ക് എന്താ ചെയ്താൽ മതി? മരിച്ചാൽ മതി, ഇനി ശുശ്രൂഷയൊന്നും വേണ്ട. ആ പറഞ്ഞ വാക്കുകളൊക്കെ എത്ര കനമുള്ളതാ. എനിക്കിനി മുന്നോട്ട് യാതൊന്നും കർത്താവിന് വേണ്ടി ചെയ്യണ്ട. ഞാൻ എന്തെല്ലാം ശുശ്രൂഷയാണ് ചെയ്തത്, ദൈവം അതൊന്നും ഓർത്തില്ലേ? ദൈവം അതൊന്നും ശ്രദ്ധിച്ചില്ലേ? ദൈവം അതിന് പ്രതിഫലം തരുന്നില്ലേ? മരിച്ചാൽ മതി. പിന്നെയും കിടന്ന് ഉറങ്ങി. അവിടം കൊണ്ട് എൻ്റെയും നിങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന ദൈവം എന്നാ കിടന്നുറങ്ങിയെന്നും പറഞ്ഞ് മാറിപ്പോകത്തില്ല കേട്ടോ. നീ എഴുന്നേൽക്കുന്നത് വരെ, എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ, നിന്റെ ജീവിതത്തിന്റെ വിടുതൽ നീ പ്രാപിക്കുന്നത് വരെ, നിന്റെ തലമുറയുടെ നന്മ നീ കാണുന്നത് വരെ ദൂതൻ അവിടെ കാത്തു നിൽക്കുകയാണ്. വചനം ഏറ്റെടുക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ സംസാരിക്കുകയാണ്. നീ മടുത്തെന്ന് പറഞ്ഞത്, നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്, നീ മരിച്ചാ മതി എന്ന് പറയുന്നിടത്ത് നിന്ന് നിന്നെ പൊക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിടെ കടന്നു വന്നിട്ടുണ്ട്. രണ്ടാമത് കടന്നുറങ്ങി. ദേ വന്നിരിക്കുന്നു, അവിടെ തന്നെ നിൽക്കുക. അടുത്തത് ഒരു പിന്നെ കനലിൽ ചുട്ടട, പിന്നെയും ഒരു തുരുത്തി വെള്ളം എഴുന്നേൽപ്പിച്ചു, വീണ്ടും കഴിപ്പിച്ചു. അവിടെ നിന്നുകൊണ്ടൊരു വചനം ഞാൻ പറയട്ടെ. നിരാശപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കറിയത്തില്ല നാളത്തെ നിന്റെ ശുശ്രൂഷ. അതുകൊണ്ടാ നീ വീണിവിടെ കിടക്കുന്നെന്ന് നീ ഞാനും വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇവിടം കൊണ്ടെല്ലാം കഴിഞ്ഞെന്ന്. നാളുകളിലുള്ള നിന്റെ ശുശ്രൂഷ കാണാൻ നിനക്ക് കഴിവില്ല. എന്നാൽ നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ, നിന്റെ ശുശ്രൂഷകൾ എവിടം വരെ പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ദൈവത്തിനറിയാം. ഇവിടെ നിന്റെ മരണമല്ല, ഇത് നിന്റെ അന്ത്യമല്ല, മറിച്ച് ഒരു ശുശ്രൂഷയ്ക്കായി നിന്നെ വേർതിരിക്കുകയാണ്. രണ്ടാമത് എഴുന്നേൽപ്പിച്ചു കേട്ടോ. എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്താ? ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാനുള്ള ആളാ, ഒരു പ്രവാചകനെ, ഒരു ധനികനായ എലീശായെ പുറത്തു കൊണ്ടുവരാനുള്ള ആളാണ്. അത് മാത്രമാണോ? നാളുകളിൽ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും വന്ന്
ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. വ്യക്തി ജീവിതങ്ങൾ വചനത്തിന്റെ വെളിപ്പാടുകൾ ഏറ്റെടുക്കട്ടെ. പ്രവാചകൻ 2ാം പ്രാവശ്യം എഴുന്നേൽപ്പിച്ചപ്പോ ഉണ്ടല്ലോ, എഴുന്നേറ്റു, പിന്നെ കിടന്നില്ല കേട്ടോ. പിന്നെയും കിടക്കല്ലേ, പിന്നെയും കിടക്കല്ലേ. ചിലരുടെ തലയിൽ കൈവച്ച് ആലോചന പറയണമെന്നുണ്ട്, ഞാൻ ഇറങ്ങി വരുന്നില്ല. പിന്നെയും കിടക്കരുതേ. നിനക്ക് അലേർട്ട് തന്നിട്ടില്ലേ? ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിന്റെ വീട്ടിൽ അയച്ചില്ലേ? നിന്നോട് കത്തുദാസന്മാരിലൂടെ ആലോചന പറഞ്ഞില്ലേ? പലരിലൂടെ നിന്നോട് സംസാരിച്ചില്ലേ? നീ ചടഞ്ഞുകൂടി കിടക്കരുതെന്ന്. നിന്റെ മുമ്പിലുള്ള ശുശ്രൂഷ അറിയാത്തത് കൊണ്ട് നീ കരഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ദിവസമാണ്. എഴുന്നേൽക്കണം. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ഒരേപോലെ നടക്കാൻ ഒരു അഭിഷേകം. അവിടെ ചെന്ന് 2 പേരെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്തിട്ട് അത് കഴിയുമ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും വന്ന് ജീവനോടെ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് നിർമ്മല മനസാക്ഷിയോട് ചോദിക്കട്ടെ, പണ്ട് മരിച്ചാ മതിയെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം? മതിയെന്നേ, അന്ന് മരിച്ചതായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെ അനുഭവിക്കുന്ന നന്മ വല്ലതും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു? നിർമ്മല മനസാക്ഷിയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക. ജീവിതത്തിൻ്റെ പല പ്രയാസഘട്ടങ്ങളിൽ കർത്താവേ മാറ്റി, എന്താ അന്ന് വിടാഞ്ഞെന്നേ, കൈവിടാഞ്ഞ എന്താ? ഇന്ന് നീ കാണുന്ന പലതും മരിച്ചു പോയിരുന്നെങ്കിൽ നിനക്ക് കാണാൻ വരുമായിരുന്നോ? നിരാശ മാറട്ടെ. ചില ഹൃദയങ്ങളുടെ അന്തർഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിരാശയുടെ കണികൾ എടുത്തു മാറ്റുന്നു. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ഓർപ്പിച്ചു പറയിപ്പിക്കുന്നത്, ആരുടെയെങ്കിലും വാക്കുകൾ നിന്നെ തളർത്തി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും നിന്ദകൾ നിന്റെ ജീവിതത്തിന് മുറിവായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് മുറിവ് കെട്ടുകയാണ്. Oh, healing in the name of Jesus. Deliverance in the name of Jesus. Healing in the name of Jesus. മുറിവുകൾ കെട്ടട്ടെ, മുറിവുകൾ കരിയട്ടെ. ദൈവാത്മാവിനാൽ മുറിവുകൾ കരിയട്ടെ. Yes, Jesus. അവിടെ നിൽക്കാതെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. വേറൊരാളെ ഞാൻ കൊണ്ടുവരാം. ഒരുപാട് പേരെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ചെവിയിലൊക്കെ പറഞ്ഞു തന്നു. 2 പേരെയും കൂടെ മാത്രമേ കൊണ്ടുവരുന്നുള്ളേ. അടുത്തത് ഒരു കുടുംബമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യം. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. യേശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്ന് പാർത്തു. നമുക്കറിയാം, നമ്മൾ ഈ വായിച്ചത് ഏത് കുടുംബം. ഞാൻ ഈ വചനം അങ്ങോട്ട് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് പഠിച്ചപ്പം എനിക്കങ്ങ് അത്ഭുതം തോന്നി. ആ വീട്ടിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവര്. അതൊരു ആഴത്തിൽ എൻ്റെ മേൽ പതിഞ്ഞത് ഈ വചനധ്യാനത്തിലാണ് കേട്ടോ. യോസഫ് എപ്പോ ഉറങ്ങിയാലും ദൈവത്തിന്റെ ദൂതൻ ചെന്ന് സംസാരിക്കുക. മറിയ മുട്ടുമടക്കുമ്പോ എന്തുവാ, ഗബ്രിയേൽ വീട്ടിൽ ചെന്ന് നിന്ന് വർത്തമാനം പറയുന്നു. അവിടെ കിടക്കുന്നത് ആരാ? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു എഴുന്നേറ്റ ചരിത്രമാണ് നമ്മളിവിടെ വായിച്ചത് കേട്ടോ. ഒരു ദിവസം യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ ഉറക്കത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നീ അമ്മയെയും മകനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോണം. നമ്മൾ വല്ലതും ആണ് എഴുന്നേറ്റിരുന്ന് ചോദിക്കാൻ പോന്നെ, മിസ്രൈമിലേക്ക് ഓടിപ്പാനോ? എടാ, മിസ്രൈമിലേക്ക് തിരിച്ചു പോകല്ലേ, നോക്കല്ലെന്ന് പോലും അല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നേ. പിന്നെ മിസ്രൈമിലേക്ക് ഓടിപ്പോകാനോ? ചോദ്യങ്ങളില്ല കേട്ടോ, ഒരു ചോദ്യങ്ങളുമില്ല. വചനം അത് കേട്ട ഉടനെ എഴുന്നേറ്റു എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആ പ്രിയ പുരുഷൻ ആ ഭാര്യയെയും മകനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടുകയാണ് ജീവരക്ഷയ്ക്കായി. ഞാൻ ചരിത്രം വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു. ഇവരിങ്ങനെ കഴുതയുടെ പുറത്താണ് പോകുന്നത്. ഇവർ പോകുമ്പോൾ
വളരെ ക്ഷീണിച്ചു. വളരെ ദൂരത്തിലാണ് ഇവർക്ക് പോകേണ്ടത്. ഒരു ഗുഹ കണ്ടു. ഈ ഗുഹയിലേക്ക് ഭാര്യയെയും കുഞ്ഞിനെയുമായിട്ട് കയറി ഇവർ റെസ്റ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ രാജാവിൻ്റെ കൽപ്പന അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്തോന്നറിയാവോ? 2 ആട്ടിടയന്മാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് അറിഞ്ഞിട്ട് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളുടെയും തലവെട്ടണം. റാമയിൽ ഒരു ശബ്ദം കേട്ടു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവരില്ലായകയാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ മനസ്സില്ല. ഓരോ കുഞ്ഞുങ്ങളും പിടഞ്ഞു മരിക്കുന്ന ശബ്ദം യെരൂശലേമിന്റെ ഹെരോദയിൽ അവിടെ മുഴങ്ങുമ്പോൾ ഇവരെ ഒളിക്കാൻ കയറിയ ഗുഹ, അതിൻ്റെ വാതിൽക്കൽ കൂടെ ഈ സൈന്യാധിപന്മാർ ഇങ്ങനെ പോകുക. യഹോവയായ ദൈവം പറഞ്ഞെന്നാണ് ചരിത്ര പുസ്തകത്തിൽ കാണുന്നത്. യോസേഫസിന്റെ ചരിത്രത്തിൽ ചിലന്തികളെ വിളിച്ചിട്ട് പറഞ്ഞു, കെട്ടുവല. ആ ഗുഹയ്ക്ക് മുൻപിൽ മുഴുവൻ നിമിഷ നേരം കൊണ്ട് ചിലന്തി വലകൾ കെട്ടി. കാൽമടക്കത്തിന് ഗുഹയിൽ കയറാം എന്ന് വിചാരിച്ച സൈന്യാധിപന്മാർ നോക്കുമ്പോൾ നാളുകളായി ഉപയോഗിക്കാത്ത ഗുഹയുടെ മുൻപിൽ ചിലന്തി വല കണ്ടിട്ട് ആ ഗുഹ ഒഴിഞ്ഞു പോയെന്നാണ് ചരിത്രം പറയുന്നത്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി തിരിച്ച് നിന്നെ എന്നെയും മരുഭൂമിയിൽ വഴിയിൽ വെച്ച് ഇല്ലാതാക്കുന്ന പദ്ധതി ദൈവത്തിനില്ല. മറിച്ച് എന്നെയും നിങ്ങളെയും പോറ്റി പുലർത്തുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അവര് പോയി കേട്ടോ. എന്നുവരെ? രണ്ടാമതൊരു സ്വപ്നമുണ്ടായിട്ട് നീ മിസ്രൈമിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് വരെ. നസ്രായത്തിലേക്ക്, നസ്രായൻ എന്ന് പേര് വിളിക്കപ്പെടുമെന്ന വാഗ്ദത്തം നിറവേണ്ടതിന് വേണ്ടി നസ്രയത്തിലേക്ക് വരുന്നത് വരെ മിസ്രൈമിൽ പാർത്തു. ഒരു കാര്യം അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നോട് നിങ്ങൾ പിണങ്ങരുത്. പലതും പറഞ്ഞതനുസരിക്കാഞ്ഞതിൻ്റെ തിക്തകാനുഭവങ്ങൾ ജീവിതത്തിൽ ഇന്ന് കൈപ്പേറിയ അനുഭവങ്ങളായി കൊണ്ട് നടക്കുന്നില്ലേ ഞാനും നിങ്ങളും? അത് മനുഷ്യർ പറഞ്ഞതാണെന്ന് നിങ്ങൾ എഴുതി തള്ളിയില്ലേ? ആരെങ്കിലും പറഞ്ഞതാണെന്ന് വിചാരിച്ച് നിങ്ങൾ കച്ചടായിലിട്ട് കളഞ്ഞില്ലേ? നഷ്ടം, തലമുറ. അന്ന് ഓടിപ്പോയില്ലെങ്കിൽ യേശു കുഞ്ഞിനെ കൊല്ലത്തില്ലേ? വാഗ്ദത്ത സന്തതി ഇല്ലാതാകത്തില്ലേ? എന്താ എഴുന്നേൽക്കുന്നതിന്റെ മാനദണ്ഡമെന്നറിയാമോ? അനുസരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് സമർപ്പിക്കണം. എന്താണെന്നറിയാവോ? അനുസരണം. ദൈവമേ, എനിക്ക് ആത്മീക അനുസരണം തരണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് ആത്മീക അനുസരണം തരണമേ. നീ പറയുന്നത് ഞാൻ കേൾക്കാം, എന്നോട് പറയുന്നത് ഞാൻ ചെയ്യാം, നീ എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യാം. ഒരാത്മീക അനുസരണത്തിലേക്ക് എന്നെ നടത്തണമേ. ഒരിക്കലും നിരസിക്കാൻ കഴിയില്ല. ദൈവാത്മാവ് ഒരു ഹിന്റ് തരാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല കേട്ടോ. ഒരു കാര്യവും. അവിടെ നിന്ന് നേരങ്ങളോളം പറയാൻ എനിക്കുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ സൂചന പോലും തരാതെ എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ മക്കളെയോ എൻ്റെ സഭയുടെയോ വിഷയത്തിൽ ദൈവം കൈ കടത്തുകയില്ല. ആരെയെങ്കിലും അറിയിക്കും. പക്ഷേ ഞാൻ അനുസരിക്കുമെന്നൊരു തീരുമാനം നമുക്ക് എടുക്കാം. പോയതെല്ലാം പോകട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതെല്ലാം പോകട്ടെ ദൈവമക്കളെ. അതിനെ മാറ്റി പുതിയ ഒരു ചാപ്റ്റർ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എന്നാൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് വരണം. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കും. എന്നോട് മറ്റുള്ളവർ പറയുന്നത് ഒരു ദൈവവചനമായി ഞാൻ എടുക്കും. ചിലർക്കെല്ലാം ദൂതൻ മുറിക്കകത്ത് ദൂതൻ വന്നാലേ അനുസരിക്കത്തുള്ളൂ. ദൂതൻ മരണം അടുത്ത് വന്നിട്ട്, മോളെ ദൂതനൊന്നും വരണ്ട, നിന്റെ അന്തരാത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് പറയും, മകളെ നീ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല, നീ പറഞ്ഞത് ശരിയല്ല, നീ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് എന്നോടും നിങ്ങളോടും കൃത്യമായി സംസാരിച്ചെഴുന്നേൽപ്പിക്കും. അനുസരണത്തോടെ ഒന്ന് എഴുന്നേക്കാൻ തയ്യാറാകണം കേട്ടോ. നിങ്ങൾ ഓർക്കും, ഞാനും ഈ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും പറഞ്ഞു,
എഴുന്നേൽക്കാൻ ജീവിതങ്ങളോട് നമ്മൾ പറയുന്നു. എങ്ങനെ എഴുന്നേൽക്കണമെന്ന് പറയണ്ടേ? പണ്ടൊരു വല്യമ്മച്ചി പറഞ്ഞെന്നാ പറയുന്നേ. എൻ്റെ ഫാദറിൻ്റെ പ്രസംഗത്തിലൊക്കെ ഒത്തിരി തമാശകൾ പറയുമായിരുന്നു, നല്ല അതുപോലെ ആത്മാവിൻ്റെ തേയിലും. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കത്തുദാസൻ നിന്ന് പ്രസംഗിക്കുക, നിങ്ങൾ താഴണം 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 താഴണം. അമ്മച്ചിക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റില്ല, കുറേ നേരമായി താഴണം താഴണം. എഴുന്നേറ്റ് നിന്ന് ഈ സിമെന്റ് തറയിൽ ഇനി എങ്ങോട്ട് താഴാനകത്താവിന്റെ ദാസനെ? ആ താഴ്ചയല്ല ഞാൻ പറയുന്നത്, സിമെന്റ് തറയിൽ താഴണ്ട. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണം. ഒന്നും മനസ്സ് വെച്ചാൽ മതിയെന്നേ. എന്താ എഴുന്നേക്കണ്ടേന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. എന്തിനാ എഴുന്നേക്കണ്ടേ സിസ്റ്റർ, എന്തിനാ എഴുന്നേക്കണ്ടേ? ഞാൻ എഴുന്നേറ്റിരിക്കുകയല്ലേ. രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എഴുന്നേക്കാമോ? ഇന്ന് ദൈവാത്മാവ് ചോദിക്കുന്നു. ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോഴേ രാവിലെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് അറിയാം ദൈവമക്കളെ. കഷ്ടപ്പാടാണ്, ഞാനത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, എന്നെ തട്ടി ഉണർത്തുമ്പോൾ അതിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങളും രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേൽക്കാമോ? അതാണ് ദൈവത്തോടുള്ള അനുസരണം. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ചില വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പം വാ തുറക്കുമല്ലോ. ഈ വായാണല്ലോ നമ്മുടെ നിത്യതയിൽ നിന്ന് പോലും നമ്മളെ എടുത്താ നശിപ്പിച്ച് കളയുന്നത് നമ്മുടെ വാക്കുകളല്ലേ. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക്, ദൈവമേ എൻ്റെ അധരദ്വാരത്തിന് ഒരു കാവൽ വേണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും എഴുന്നേക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, എൻ്റെ അധരദ്വാരത്തിന് ഒരു കാവൽ വേണം. അത് പറയണ്ട, അത് ചിന്തിക്കണ്ട, അത് ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് നോക്കണ്ടെന്നൊക്കെ പറയാം. പിന്നെ തോന്നിയതായിരിക്കും. അല്ലെന്നേ, പരിശുദ്ധാത്മാവാ പറയുന്നത്. അതാണ് എഴുന്നേൽക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്. ഞാൻ മുൻപോട്ട് വേഗം പോകട്ടെ. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം പെട്ടെന്ന് നമുക്ക് വായിച്ച് വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വ്യക്തിയെയും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. ഗിദെയോൻ. ഈ ഗിദെയോനെ കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. എഴുന്നേൽക്കാൻ ഭയങ്കര ആഗ്രഹം. എഴുന്നേറ്റ് എന്തിനാ എഴുന്നേക്കുന്നറിയാമോ? എനിക്കുള്ളത് വിട്ടുകൊടുക്കത്തില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയിലും ആ ആത്മശക്തി വ്യാപരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഈ ഗിദെയോൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്തിൽ ഞാൻ ആൻറ്റി 6-ാം അധ്യായത്തിൻ്റെ ഞാനങ്ങ് പറഞ്ഞു പോകാം, വായിക്കാൻ നേരമില്ല, ഞാൻ പറഞ്ഞു പോകുകയാണേ. ദൈവജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ലോകശക്തികളോട് ജാതീയ ശക്തികളോട് ഇടകലരുതെന്ന് പറഞ്ഞു. ഇവരെ കനാൻ ദേശത്ത് കൊണ്ടുവിട്ടു. പക്ഷേ ഇവിടെ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു വചനം എന്താണെന്നറിയാമോ? യുദ്ധമറിയാത്ത കുറെ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇവർ കനാൻ ദേശത്ത് വന്നിരിക്കുന്നത്. പിതാക്കന്മാർക്കും മാതാക്കൾക്കും യുദ്ധമറിയാമായിരുന്നു. ഈ വന്ന തലമുറയ്ക്കുണ്ടല്ലോ യുദ്ധം എന്താന്ന് പോലും അറിയത്തില്ലെന്ന്. ആത്മീയ യുദ്ധവും അറിയത്തില്ല, ഭൗതിക യുദ്ധവും അറിയത്തില്ല, ഒരു യുദ്ധവും അറിയാത്ത നമ്മുടെ തലമുറ അതല്ലേ. യുദ്ധമറിയാവുന്ന ഒരു തലമുറ എൻ്റെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? സ്തോത്രം. ദൈവം എന്താ ചെയ്തെന്നറിയാവോ? അവിടെ ആ യുദ്ധം അറിയത്തില്ലെങ്കിൽ ഇന്നാ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കനാന്യർ, എബ്യൂസ്യർ, ഹിവ്യർ, പെരിസ്യർ, മിദ്യാന്യർ, അമോര്യർ, സകല ജാതിയെ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്തു. അവരുടെ കൂടെ നടന്ന് നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങളുടെ തലമുറ യുദ്ധം പഠിക്കും.
ഞാൻ ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഓർമ്മകൾ പോവുകയായിരുന്നു. എൻ്റെ പിതാവ് ഒരു കൃപാവരപ്രാപ്തനായിരുന്നു. ആത്മീക ശുശ്രൂഷകൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്. നന്നായി പ്രസംഗിക്കും, പക്ഷേ ഭൂതശാന്തി ശുശ്രൂഷ. ചില സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, എന്നോട് അനേകർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞവൻ ചോദിച്ചു, പാസ്റ്റർ മരിച്ചു പോയോ, ഒന്ന് കൊണ്ടുപോകാനാണെന്ന്. ഓരോ രാജ്യങ്ങളിലും അച്ചായനെ വിസ എടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അമേരിക്കയിലടക്കം പോയിട്ടില്ലാത്ത ഒരു രാജ്യങ്ങളിൽ എന്തിനാ, ഭൂതശാന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പം 5ഉം 6ഉം ഭൂതങ്ങൾ ഒരേ സമയത്ത് പല പേരിൽ ഇളകി ആടുന്ന ആലയത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. യുദ്ധമറിയാത്ത ഒരു തലമുറ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആത്മീയ യുദ്ധം. അന്ന് എൻ്റെ ഫാദർ ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടേലും ഒന്ന് സ്കൂട്ടർ എടുത്തങ്ങോട്ട് പോകും, ഈ പുള്ളിക്കാരങ്ങ് ഇളകാൻ തുടങ്ങും. നിരവധി കൊച്ചു പാസ്റ്റർമാരെയൊക്കെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരെയെല്ലാം ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഒരു അത്യാവശ്യത്തിന് ആരെയും ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ കൊണ്ടിളകുമെല്ലാം കൂടെ. എൻ്റെ അമ്മയ്ക്ക് ആത്മീയ അധികാരമുണ്ടായിരുന്നു. അമ്മ പറയും, മുട്ടലിരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കൈകെട്ടാൻ പറയും. ചലിക്കത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ കടങ്കഥ പറയുന്നത് പോലെ എൻ്റെ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുക. എൻ്റെ മക്കൾ എൻ്റെ അടുത്തിരുന്ന് ചോദിക്കും, മമ്മി ശരിക്കും പിശാചിനെ കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പിശാചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആത്മീക യുദ്ധം, ആത്മീക യുദ്ധം അറിയാത്ത ഒരു തലമുറയെ നാം വളർത്തിക്കൊണ്ട് വരികയാണ്. ആ തലമുറയിൽ നിന്ന് ഒരു വ്യക്തി, ഗിദെയോൻ, എന്താ ചെയ്യുന്നറിയാവോ? ഇവരങ്ങോട്ട് വിതയ്ക്കും. ഇഷ്ടം പോലെ വിതയങ്ങോട്ട് വിതച്ച് ഈ കൊയ്യുന്ന സമയമാകുമ്പോൾ ഉണ്ടല്ലോ, മിദ്യാന്യരും അമാലേക്കരും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഈ വിള മുഴുവൻ ചവിട്ടി തൂത്ത് നശിപ്പിച്ചു കളയും. ഇവിടെ ഒരു വ്യക്തി ഗിദെയോൻ എന്ന ഒരു വ്യക്തി പറയുകയാണ്, എന്തും ചാർക്കും കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മുന്തിരിച്ചോട്ടി കൊണ്ടുവച്ച് ഗോതമ്പ് മെതിച്ച് എൻ്റേത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആ വ്യക്തിയെ കൂടെ പേര് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ധൈര്യശാലി, യുദ്ധപ്രാപ്തൻ, മൈറ്റി വാരിയർ എന്നൊക്കെയാണ് കാണിച്ചത്. അങ്ങനെ ഒരു വ്യക്തികളായി തീരാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിട്ടുകൊടുക്കയില്ല. എൻ്റെ മകനെ വിട്ടുകൊടുക്കയില്ല, എൻ്റെ മകളെ വിട്ടുകൊടുക്കയില്ല, എൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കയില്ല, എൻ്റെ സഭയെ ഞാൻ വിട്ടുകൊടുക്കയില്ല ദുഷ്ടപിശാചിന്. ആ വ്യക്തിയെ കണ്ടിട്ട് 2 വാക്കാ പറയുന്നേ, ഈ ബലത്തോടെ നീ പോണം. മിദ്യാന്യരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ പോകുകയാണ്. ഇവിടെ വായിക്കുന്ന 34-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ ആൻറ്റി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്രിൽ തന്റെ അടുക്കൽ വിളിച്ചുകൂടി. അത് മതി. യഹോവയുടെ ആത്മാവ് തൻ്റെ മേൽ വന്നു. അപ്പൻ്റെ ബലിപീഠത്തെ വെട്ടി നുറുക്കി ഇടിച്ച് കളഞ്ഞിട്ട് ഒരു പ്രത്യേകമായ നിയോഗത്തോടുകൂടെ ഒരു ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റ് വന്ന വ്യക്തിയെ ദൈവം ഏൽപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? 3 കാര്യം. ആ 3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. ഒരു വെറും കുടം, ഒരു പന്തം, ഒരു വെറും കുടവും ഒരു പന്തവും ഒരു കാഹളവും. അതെന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് ഈ വചന ശുശ്രൂഷനെ അവസാനിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തി മുതൽ ഏറ്റവും പിഞ്ചു കുഞ്ഞു വരെ ഈ 3 ആയുധം ഇന്ന് കരങ്ങളിൽ എടുക്കണം. ഒരു വെറും പാത്രം എന്തെന്നറിയാമോ? ഞാനും നിങ്ങളും മൺപാത്രം. കാഹളം എന്തെന്നറിയാമോ? വായ് തുറന്ന് ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കാനുള്ള കാഹളം. 3-ാമതായി പരിശുദ്ധാത്മാവ് പറയിട്ടു, നിന്നെ ഏൽപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ പന്തം. നീ ജയിക്കും കേട്ടോ, നീ ജയിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിനെതിരെ പോരാടുന്ന മിദ്യാനി അമേലൊക്കെ ശക്തിയെ നീ ജയിക്കും. ഒറ്റ തീരുമാനം നീ എടുക്കണം. എന്റെ പന്തം കരിന്തിരി കത്തുന്നെങ്കിൽ അതിനെ ഞാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ലൈറ്റൻ ചെയ്യും. എന്റെ വായ് തുറന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കൂ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു സമർപ്പണത്തോടുകൂടെ
മിദ്യാന്യർക്ക് കൊടുക്കത്തില്ല, അമാലേക്യർക്ക് കൊടുക്കത്തില്ല. എന്റെ പന്തം ദൈവം എന്നെ ഏൽപ്പിച്ച ആത്മീക പന്തം. ഓ ശബദ, യെസ്, കത്തട്ടെ കത്തട്ടെ കത്തട്ടെ, കരിന്തിരികൾ കത്തി മാറട്ടെ. യെസ്, ഓ എല്ലാവരും വായി തുറന്ന് കാഹളനാദം പോലെ കത്തട്ടെ കത്തട്ടെ, നിന്റെ പന്തം കത്തട്ടെ. ഓ നിന്റെ പന്തം കത്തട്ടെ, നിന്റെ കൂടെ മുടയട്ടെ. നമുക്ക് ആരാധിപ്പാൻ ഒരു പാട്ടും വേണ്ട. ആത്മാവിൽ അന്യഭാഷകളിൽ നീ പുറത്തു വരികയാണ്. നാളുകളായി നീ എഴുന്നേൽക്കാൻ കഴിയാതെ ഒരു ആലയത്തിന്റെ മധ്യ അറ്റം മുതൽ അറ്റം വരെ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ജനം എഴുന്നേൽക്കട്ടെ, എല്ലാത്തിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കട്ടെ. Adarada rikarada handarada dikaj udajana handarada dikajala hamdere urakalam baudamala shandarada digere akala baudam dibalkare sambala baudam doribarada samdala bauda rikarada kaudarada regadale dere regadala ചില രോഗശാന്തി വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, ചില പൈശാചിക ശക്തികൾ അടിമറക്കട്ടെ, തലമുറകളിൽ ആധിപത്യം നടത്തുന്ന അന്ധകാര പോരുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ആത്മശക്തിയാൽ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ വലിയ ശക്തിയാൽ ജനം എഴുന്നേൽക്കട്ടെ. നാളുകളായി എഴുന്നേൽപ്പിക്കയില്ലെന്ന് വാദിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഈ പകൽ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. പ്രവചന ശുശ്രൂഷ ഉണ്ടാകട്ടെ, വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എഴുന്നേൽക്കാൻ, ഇനി ഈ ദൂത് നിനക്ക് കൈമാറാൻ ഇനി ഒരു വ്യക്തിയെ ദൈവം അയക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മടിയും മാറി, എല്ലാ അലസതയും മാറി, എല്ലാ വേദനകളും മാറി പുറത്തു വരാൻ കർത്താവേ ഈ ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്താട്ട്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എന്നെ ശ്രവിച്ച ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരോടും, അവസരം തന്നവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകൽ സമയം നമ്മളിവിടെ കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഉണർന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ഉണരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ നമ്മൾക്ക് ഉണർന്നുകൊണ്ട് ദൈവരാജ്യത്തിന് മഹത്വമായത് പ്രവർത്തിപ്പാൻ, ദൈവനാമത്തിന് മഹത്വമായി നമ്മളെ ഏലിയാവിനോട് ദൈവം കൽപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ആലോചന കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചതുപോലെ യേശുവിൻ്റെ യോസഫ് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ ഉണർന്ന് ദൈവമായ കർത്താവ് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടൻ അപകരിച്ചു കളയുവാൻ, നശിപ്പിച്ചു
നശിപ്പിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ വച്ചിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും തകർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വരേണ്ട നന്മകളെ ദൈവസന്നിധിയിൽ നമുക്ക് സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണെന്ന് സ്വർഗത്തിലെ ദൈവം ഓരോ ആവശ്യങ്ങളുടെ നമ്മളെ കേൾപ്പിച്ചെങ്കിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവിന് ദൈവത്തിന് ഹിതപ്രകാരം നമ്മൾ ഓടുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് വേണ്ടി വീണ്ടും പോയാൽ നമ്മൾ കേട്ടതുപോലെ ഗിദെയോന് ദൈവമായി കർത്താവ് നമ്മുടെ കേൾപ്പിച്ചതുപോലെ എല്ലാം സാഹചര്യങ്ങൾ